നമ്മുടെ ഈ വർഷത്തെ ബാങ്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം നമ്മുടെ SBIയുടെ POയുടെ എക്സാം ഇപ്പോൾ റീസെന്റ് കണ്ടക്ട് ചെയ്തതേ ഉള്ളൂ. അതേപോലെ തന്നെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ IBPSന്റെ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കണ്ടു കാണും. 10,000+ വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. വളരെ ഹ്യൂജ് ഒരു വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ SBI ക്ലർക്കിന്റെ റിസൾട്ട് ഫ്യൂ ഡേയ്സ് ബാക്ക് വന്നതേ ഉള്ളൂ. ആൻഡ് നമ്മുടെ പുതിയ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വർഷം ബാങ്ക് എക്സാംസിൽ ഒരുപാട് വേക്കൻസീസ് ആണ് വരാതിരിക്കുന്നതെന്ന്. അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തൊരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ കൂടെ ഇൻഷുറൻസ് കമ്പനീസും ഈ വർഷം ഒരുപാട് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ആൻഡ് ഈ വട്ടം ഇൻഷുറൻസ് കമ്പനീസ് നേരത്തെ വിളിച്ചു തുടങ്ങിയത് നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ്സാക്കാൻ പാടില്ല. പ്രിപ്പയർ ചെയ്യുന്നവരായാലും ശരി, ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരായാലും ശരി, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ശരി, നിങ്ങളെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും നല്ലപോലെ ഈ ഒരു എക്സാംസ് എഴുതാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഇനി പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ സിലബസ് ഓവറോൾ കവർ ചെയ്യാനാണ് നോക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെന്റ് നടന്ന എക്സാം നമ്മുടെ SBIയുടെ POയുടെ എക്സാം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ടോപ്പിക്കാണ് ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഏകദേശം 56 ടോപ്പിക്സ് ആണ് നമുക്ക്, 56+ ടോപ്പിക്സ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ആയാലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും അതുപോലെ റീസണിങ് ആയാലും എല്ലാം കൂടി ചേർത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ കുറച്ച് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ ഇത് ഓൾറെഡി നേരത്തെ തന്നെ നമ്മൾ നിങ്ങളുമായിട്ട് നമ്മുടെ യൂട്യൂബ്സ് വഴി നമ്മൾ വെബിനാർ വഴിയൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് നിങ്ങൾ ഫോക്കസിന്റെ ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ടോപ്പിക്സ് എന്നുള്ളത്. നമ്മളിപ്പോൾ SBIയുടെ POയുടെ ഇപ്പോഴത്തെ ഈ ഒരു എക്സാം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ നമ്മുടെ DI നിന്നാണ് 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. റീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പസിലിൽ നിന്ന് 15 ക്വസ്റ്റ്യനും സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് നമുക്ക് ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് വന്ന RCയും ക്ലോസസിൽ നിന്ന് ഓൾമോസ്റ്റ് രണ്ടുകൂടി ചേർത്ത് 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കൗണ്ട് എല്ലാം കൂടി ഒന്ന് എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് ഈ ഒരു പറഞ്ഞ 2 ടോപ്പിക്കിൽ നിന്ന് 15, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് DI നിന്നുള്ള 15, അതുപോലെ നമ്മുടെ റീസണിൽ നിന്നുള്ള നമ്മുടെ ആ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി ചേർത്തിട്ടുള്ള ഏകദേശം 25, ഇതെല്ലാം കൂടി എടുത്ത 55 ക്വസ്റ്റ്യൻസ് ആണ് വെറും 5 ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ നിങ്ങൾക്കറിയാം 3 തൊട്ട് 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള വേറെയും ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ലൈക്ക് സിലോജിസം, അതേപോലെ ഒരുപാട് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിന്ന് അതേപോലെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രം എടുത്ത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സ്കോറിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാൻ പറ്റും. ബിക്കോസ് നമുക്കറിയാം ഇപ്പോൾ SBIയുടെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 55 to 65 ഇടയ്ക്കാണ് കട്ട് ഓഫ് വരുന്നത്. ഇപ്പം വേക്കൻസി കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായിട്ട് മേ ബി കുറച്ചുകൂടി കൂടിയാൽ പോലും നമുക്കൊരു 70 റേഞ്ചിലേക്ക് ആയിരിക്കും അത് വരാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി എക്സാംസിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്കിപ്പം SBIയുടെ ക്വാണ്ടിറ്റി ആപ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് കുറവാണ്, റീസണിന്റെ ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷേ ബാക്കി എക്സാംസിന് ക്വസ്റ്റ്യൻസ് കുറവല്ല. നമുക്ക് നേരത്തെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സ് ആയാലും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മനസ്സിലായിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓൾറെഡി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സിനെ എങ്ങനെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം എന്നുള്ളതൊക്കെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി എക്സാം എഴുതാൻ പോകുന്ന നല്ലൊരു പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുന്നവരും നിങ്ങളുടെ റിവൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ഓഗസ്റ്റ് 13 8 മണിക്ക് ഒരു കംപ്ലീറ്റ്ലി ഫ്രീ വെബിനാർ, നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ സെഷൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ ഓരോ ടോപ്പിക്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയാസും അതിനെ എങ്ങനെയാണ് യൂഷ്വൽ ബുക്കിലെ വേരിയബിൾ മെത്തേഡ്സും എക്സും വൈയും ഒക്കെ ഉള്ള മെത്തേഡ്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ആൻസേഴ്സ് എടുക്കാം, റേഷ്യോയും പെർസെൻറ്റേജിൻ്റെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അതാണ് നമ്മൾ ഈ വരുന്ന ഓഗസ്റ്റ് 13 8 മണിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യുക. വരാതിരിക്കുന്ന എക്സാംസിന് ഫോക്കസ് ചെയ്യുന്നവരായാലും ശരി, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയവരായാലും ശരി, നിങ്ങൾക്ക് അത് നല്ലപോലെ മനസ്സിലായിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വരുന്ന എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം തന്നെ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു.